ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ പാണ്ഡെ വന്നതാണ് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി. മന്ത്ലി നമുക്കിങ്ങനെ ഒരു ഷോപ്പിംഗ് ഉള്ളതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കമോൺ ഗായ്സ്. നമ്മൾ പാണ്ഡെ വന്നു. തക്കാളി 2 കിലോ എടുത്തു. തക്കാളി അവിടെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട് കേട്ടോ. എന്തോ ഒന്നും മനസ്സിലാവും. നല്ല തക്കാളി. അല്ല 5 രൂപയ്ക്ക് എന്തുകൊണ്ട് അവിടെ ഉരുളക്കിഴങ്ങ് ഇരിക്കട്ടെ. നമുക്ക് ഫുഡ് എല്ലാം ഗ്യാസ് കയറും. എന്താ പറഞ്ഞേ? നമ്മൾ പ്രാവശ്യം എല്ലാം ഫിനിഷ് ചെയ്തപ്പോ അവസാനം ഉരുളക്കിഴങ്ങ് ബില്ലടിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. സാധനം എടുക്കാൻ അടുത്ത പച്ചമുളക് എടുക്കാൻ നടക്കുന്നുണ്ട്. ഇത് ക്യാബേജ് കാണുമ്പോൾ എല്ലാ മാസവും 5 പറയും ക്യാബേജ് എടുക്കാൻ. പക്ഷെ മേടിച്ചുകൊണ്ട് വെച്ചാൽ ഇവിടെ ആരും കഴിക്കത്തുമില്ല. പിന്നെ ക്യാബേജ് ചെറിയൊരു പ്രശ്നമാണ്, എനിക്കിഷ്ടമല്ല ക്യാബേജ് കഴിച്ചാൽ ഛർദ്ദിക്കാൻ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ക്യാബേജ് അങ്ങനെ നമ്മൾ മേടിച്ച സാധനമൊക്കെ ഇതേ അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് ബില്ല് ചെയ്തിട്ട് വേണം നമ്മൾ മെയിൻ സെക്ഷനിൽ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. പുള്ളി വേണം. നമ്മളിതാ ഇഞ്ചി എടുത്തു. സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് എടുത്തോളൂ. പത്തിയുണ്ടെന്ന് എടി സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാം. പത്തിയുണ്ടെന്ന്. ആ അല്ല, ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരാളിവിടെ സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങളുടെ മത്തനെടുത്ത് ഇലശ്ശേരി വെക്കാൻ വരുന്നുണ്ട്. ഇലശ്ശേരിയോ എരിശ്ശേരിയോ? രണ്ടുപേരും മത്തന്റെ പേരിൽ അവിടെ ചർച്ച നടക്കുകയാണ്. ഓക്കേ എന്നാ പുതിന നോനി വേണോ? അതിവിടെ ബ്ലോഗിലിടേ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അറിയാത്തവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡ്രൈവേഴ്സ് റൂമിന്റെ പുറകിൽ പുതിന നിപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു പ്രാവശ്യം പറിച്ചതാ. പക്ഷെ ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി പറിച്ചിട്ടുണ്ട്. നമ്മള് മുട്ട എടുക്കാൻ പോവാം. മുട്ട ഐ തിങ്ക് മുട്ട അവിടെ അല്ലേടി? അങ്ങനല്ലേ എടുത്തോണ്ട് വരാൻ പാടെ. നമ്മൾ വേറെ വാങ്ങിക്കും. എവിടെ അടുത്ത് ഇത് നമ്മുടെ ഗാലക്സി മിഠായി കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്. പിന്നെ ദേ ഇവിടെ കുറേ കുക്കീസ്, പിന്നെ ബീഫ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് തൂക്കി മേടിക്കാം, അവർ മുറിച്ച് തരും. അല്ലെങ്കിൽ നമുക്കത് പാക്കറ്റിൽ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ മാസവും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എടുത്തേക്കുന്നത്. കാരണം അങ്ങനെ അധികം ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതാണ് എളുപ്പം മുറിക്കാനും ഒക്കെ, അതുകൊണ്ട് ഇങ്ങനെയാണ് മേടിക്കുന്നത്. പിന്നെ ഇതേ ഇവിടെ പ്രോൺസ് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് വില നോക്കി. പക്ഷേങ്കിൽ ആർക്കും അത് എങ്ങനെ പൊളിക്കാനോ അത് യൂസ് ചെയ്യാനോ അറിയത്തില്ല. യൂസ് ചെയ്യാനുള്ള ഞാൻ കുളിച്ചോ? ഒരാളെ ഡ്യൂട്ടി കഴിഞ്ഞ് കുളിക്കണോ വേണ്ടത്? ഞാനിപ്പോ കുളിച്ചിട്ട് പോയത് ഒന്നുകൂടെ കുളിക്കണം. അതുകൊണ്ട് ഞാൻ മീൻ എടുക്കുന്നു. നല്ല പെടക്കണ മീനായിരുന്നു. 3 ദിവസം മുമ്പ് വരെ. ഇപ്പൊ പെടക്കുന്നില്ല. എടി ഇതെന്ത് മീനാടി? നമുക്ക് നല്ല അടിപൊളി നല്ല ഡിസൈൻ ഒക്കെ ഉള്ളതാ. ഒരുങ്ങി വന്ന് കിടക്കുക. അത് മുറിച്ച് വെച്ചിരിക്കുന്ന 13 രൂപ. അതിന്റെ അറ്റ്ലാന്റിക് മാക്രല്ല. ഇതെന്ത് മീനാണെന്ന് അറിയാവുന്നവരാരെങ്കിലും താഴെ കമന്റ് ചെയ്യലോ. മീൻ മേടിച്ചു കഴിഞ്ഞ് മുട്ട മേടിക്കാൻ തുടങ്ങുവാണ്. എല്ലാ മാസവും നമ്മൾ 3 കേസ് മുട്ട എടുക്കും. ഒരാൾക്ക് 1 കേസ് മുട്ട വെച്ച് നമുക്ക് 3 പേർക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മുട്ട മാത്രം ഉണ്ടാക്കാറുണ്ട്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് എളുപ്പം ഇതാണ്. പെട്ടെന്ന് നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി തിന്നിട്ടാണെങ്കിലും പോകാം.
അത് കഴിഞ്ഞത് നമ്മൾ അടുത്തത് എണ്ണയൊക്കെ എടുക്കാൻ പോവാണ്. ഇനി എണ്ണ ഓഫർ നോക്കി നമ്മളെല്ലാ മാസവും എടുക്കുന്നത്. അങ്ങനെ ഒരു കമ്പനിയുടെ മാത്രമായിട്ട് എടുക്കാറില്ല, എല്ലാ മാസവും ഏത് കമ്പനിയുടെ എണ്ണയ്ക്കാണോ ഓഫർ ഉള്ളത് അതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അന്നുദേ മയോണൈസ് നോക്കുന്നുണ്ട്. ഞാനും അഞ്ചു എടുത്തില്ല. അന്നു അത് കഴിഞ്ഞിട്ട് പുറകിന് ആദ്യം എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നിന്നിട്ട്, പക്ഷേ അവളുടെ കൈ സമ്മതിച്ചില്ല, അവളിതേ എടുത്തു. അങ്ങനെ അതും കൊണ്ടുവന്നതേ ട്രോളിയിലിട്ടു. ഇനി അടുത്തത് നഗറ്റ്സ് നോക്കാമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. നഗറ്റ്സ് കണ്ട എൻ്റെ സന്തോഷത്തിലുള്ള ഡാൻസാണത്. അവിടെ ഉള്ളത് കൊണ്ടാക്കാൻ ആർക്കും വയ്യ, പിന്നെ അതിന് ചമ്മൂത്തി ഉണ്ടാക്കും. ചിക്കൻ സ്ട്രിപ്സ് അങ്ങനെ നമ്മൾ നഗറ്റ്സ് എടുത്തു. ഞാൻ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് വെച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഇവരൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള പാക്കറ്റ് ഞാൻ കൊടുത്തു. അങ്ങനെ നമ്മൾ 3 പാക്കറ്റ് നഗറ്റ്സ് എടുത്തു. സെയിം സ്വഭാവം, എടുത്ത കൈ ഉടുപ്പേ തന്നെ തൂത്തു. അത് കഴിഞ്ഞിട്ട് അവർ നിന്നിട്ടും അവിടെ നിൽപ്പുണ്ട്. ഞാൻ അടുത്തിട്ട് നോക്കി പോകുന്നുണ്ട്, പക്ഷേങ്കിൽ അതൊന്നും എടുക്കുന്നില്ല. അത് മാത്രമേ അവിടെ എടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള സാധനമൊക്കെ മേടിച്ച് ഇനി നമ്മൾ പാല് മേടിക്കാൻ പോവുകയാണ്. എല്ലാ മാസവും നമ്മൾ ഒരു ബോക്സ് പാല് മേടിക്കും. അങ്ങനെ പാല് നോക്കി പോകുന്നതിനിടയ്ക്ക് അങ്ങ് അറ്റത്തിരിക്കുന്ന കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാനും അഞ്ചും കൂടെ ഓടുവാണ് പാല് മേടിക്കാൻ വേണ്ടി. ഒരു ബോക്സ് അങ്ങനെ നമ്മൾ അവസാനം പാലെടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സാധനം മേടിക്കാൻ പോവാണ്. എന്തുവാടെ വയ്യായോടെ കോച്ച് പിടുത്തോ? 95 ഭയങ്കര ഓഫറാ. We really miss you, Jocelyn Varghese. Yes. Mention Jocelyn. tag. Al Arabi twin pack. Twin packന് 26 രൂപ. വരാൻ പറഞ്ഞതാ, അപ്പം നീ വന്നില്ല. നന്നായി. അവളെ രക്ഷപ്പെട്ടത്. ഇവർ ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയെടുത്തു. Because it's for very poor guys. Me and Shebel. അവൾ ഇച്ചിരി റിച്ച്, അവളപ്പോൾ അത് കഴിച്ചോട്ടെ. നമ്മൾ പിന്നെ അതിനകത്തൊന്ന് കൈയിട്ട് വരുത്തുന്നു. കഞ്ഞി കഴിച്ച് പോകുന്നതിന് ഞാനിത് കാണുന്നുണ്ടെങ്കിൽ, നിനക്കിത് ഇഷ്ടമാണെങ്കിൽ ചിന്നാമ്മിയോട് പറയുക. ഇതെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേതാണ് നോട്ട് നദാൻ, ഇതിലേതാണ് നിനക്ക് വേണ്ടുന്നതെന്ന് നോട്ട്. ഈ ഒരു പോർഷൻ നദാന് വേണ്ടിയിട്ടാണ്. ഒരു ബർഗത്തില്ലാത്ത മുട്ടായി. അത് കഴിഞ്ഞ് നമ്മൾ ക്രീം സെക്ഷനിലേക്ക് പോയി. പക്ഷെ അവിടെ കുറേ ഓഫർ ഇട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് പോയ ക്രീം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ വേറൊരു കളർ ക്രീം കിട്ടി. പക്ഷേങ്കിൽ അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് അതിന് ഓഫർ ഇല്ലാഞ്ഞുകൊണ്ട് അത് തിരിച്ച് തന്നെ അവിടെ തന്നെ വെച്ചു. ആദ്യം എടുത്തു, ബില്ലിംഗ് സെക്ഷനിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് പിന്നെ ആ ക്രീമിന് ഓഫർ ഇല്ലെന്ന്. അതുകൊണ്ട് തിരിച്ചു വെച്ചു. വളരെ വേദനയോടെ ഞാൻ ആ ക്രീമിൻ്റെ കാര്യം വിസ്മരിക്കുന്നു. പിന്നെ കുറച്ച് അല്ലാതെ നമ്മൾ ഇനിയും നാട്ടിൽ പോകുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ക്രീമൊക്കെ മേടിച്ചു വെച്ചു. നേരത്തെ മേടിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം ഇപ്പോൾ ഓഫർ പ്രൈസ് കണ്ടുകൊണ്ട് കുറച്ച് സാധനവും ക്രീമും അങ്ങനെ കുറച്ച് സാധനമൊക്കെ നമ്മളിപ്പോൾ എടുത്തു വെച്ചു. അങ്ങനെ അന്നും അഞ്ചും ക്രീമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എടുക്കാൻ തുടങ്ങുവാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ക്രീം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഫെയർ ആൻഡ് ലവ്ലി ഇരിക്കുന്നത് കണ്ടത്. അഞ്ചുമാണ് കാണിച്ചു തന്നത്. അപ്പം അമ്മയ്ക്ക് ഫെയർ ആൻഡ് ലവ്ലി ഭൂമിയെ ജീവിച്ചിരിപ്പില്ല. എല്ലാം ഓട്ടട്ടുണ്ട് ഞാൻ തന്നെ. ഇത് എഡിറ്റ് ചെയ്യണ ഗൈസ്, എനിക്ക് എഡിറ്റിംഗ് ട്യൂൺ ഇടാൻ അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബിലോ. എന്തുവാ അത്? അങ്ങനെ അവിടെ കുഞ്ഞു പിള്ളേരുടെ ബ്രഷും പേസ്റ്റും ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അന്നു അത് നദാന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണ്. നദാൻ്റെ പല്ല് കുഞ്ഞി പല്ല, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, എടുക്കാൻ ഞാനും പറഞ്ഞു. അറിയില്ല. ഒരു സെറ്റ് നിങ്ങളല്ലേ പറഞ്ഞ എൻ്റെ ബ്ലോഗിൽ എന്നെ അല്ലേ കിട്ടണ്ടേ? ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണാനാണോ ആഗ്രഹം, അത് ഇവരെ കാണാനാണോ? കമന്റ് അവര് ആരും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വ്ളോഗ് ചെയ്യേണ്ടി വരത്തില്ല. അത് നിങ്ങൾക്ക് ആരും കാണാൻ താല്പര്യമില്ലെങ്കിലും എനിക്ക് നിങ്ങളെ എൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്യും പേഴ്സണൽ. അങ്ങനെ ഏകദേശം സാധനമൊക്കെ എടുത്തതുകൊണ്ട് നമ്മൾ ബില്ലടിക്കാൻ പോവുകയാണ്. ബില്ലിംഗ് സെക്ഷനിൽ ചെന്ന് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലടിച്ചൊക്കെ കഴിഞ്ഞിട്ട്
ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് കണ്ണ് തള്ളിപ്പോയി. ബില്ല് കണ്ടതേ അന്നുവിൻ്റെ കണ്ണ് തള്ളിതേ അന്നു കിളി പോയി നടന്നു വരുന്ന വരവാണ്. അങ്ങനെ ദേ നമ്മൾ ട്രോളിയും കൊണ്ട് നടന്നു വരുന്ന വഴിക്ക് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ശരണ്യ, പിന്നെ ധന, മിത്ര ചേച്ചി ഇവരെയൊക്കെ കണ്ട് അവരും പാണ്ടയിലോട്ട് പോകുമായിരുന്നു. അവർക്കും എന്തൊക്കെയോ ഗ്രോസറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി. അതിനിടയ്ക്ക് അവരവിടെ നിന്ന് ഹോസ്പിറ്റലിലെ കുറേ കത്തിയടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ദേ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്താണ് നമ്മുടെ അക്കോമഡേഷൻ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ദേ ഹോസ്റ്റലിൽ വന്നിട്ട് ദേ എല്ലാ സാധനമൊക്കെ പറക്കി വെച്ചു. ദേ ഇനി ഓരോരുത്തരായിട്ട് ഇതെല്ലാം ഇനി റൂമിലെത്തിക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഇനി റൂമിൽ വന്നു, സമാധാനം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഡെയിലിയും കുറച്ച് സാധനങ്ങളുടെ ഹാളിൽ ഇരിക്കുന്ന നമുക്ക് അതെടുത്ത് റൂമിൽ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൂമിലെത്തി. ഒരു സാധനം എല്ലാം പറക്കി വെക്കണം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് വ്ളോഗുമായിട്ട് കാണാം. ബൈ.